ലളിതമായി പറഞ്ഞാൽ ഇതൊരു സാങ്കേതിക വിദ്യയുടെ മാത്രം കഥയല്ല. കോർപ്പറേറ്റ് മത്സരങ്ങളുടെയും ഭൗമ രാഷ്ട്രീയത്തിന്റെയും വിഭവ ചൂഷണത്തിന്റെയും അതുപോലെ തന്നെ തങ്ങളുടെ ഡിജിറ്റൽ പരമാധികാരം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു വൻകര നടത്തുന്ന പോരാട്ടത്തിന്റെയും കഥയാണ്. നമുക്കറിയാം, ChatGPTയും മറ്റ് AI ടൂളുകളും ഇന്ന് ലോകം മുഴുവൻ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇവ പ്രവർത്തിക്കണമെങ്കിൽ ഇതിനു പിന്നിൽ ഭീമമായ അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമാണ്. അതിശക്തമായ കമ്പ്യൂട്ടറുകൾ അടങ്ങിയ ഡാറ്റാ സെന്ററുകൾ, അതിവേഗ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സംവിധാനങ്ങൾ എന്നിവ ഇതിന് അത്യാവശ്യമാണ്. നിലവിൽ ലോകത്തിലെ ആകെ ഡാറ്റാ സെന്ററുകളുടെ എണ്ണം പരിശോധിച്ചാൽ അതിൽ വെറും 1% താഴെ മാത്രമാണ് ആഫ്രിക്കൻ വൻകരയിലുള്ളത്. അതിൽ ഭൂരിഭാഗവും ദക്ഷിണാഫ്രിക്കയിലുമാണ്. എന്നാൽ ഈ അവസ്ഥ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. വരും വർഷങ്ങളിൽ ആഫ്രിക്കയിലെ ഡാറ്റാ സെന്റർ ശേഷി 300% വർദ്ധിക്കും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കെനിയ, നൈജീരിയ, ഈജിപ്റ്റ്, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങൾ ഈ മേഖലയിലെ പ്രധാന ഹബ്ബുകളായി മാറിക്കൊണ്ടിരിക്കുകയുമാണ്. വലിയ യങ് പോപ്പുലേഷനുള്ള അതിവേഗം ഡിജിറ്റലൈസ് ചെയ്യപ്പെടുന്ന ആഫ്രിക്കൻ വിപണി ആഗോള ടെക് ഭീമന്മാർക്ക് അവഗണിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഇവിടെയാണ് പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്. ആരാണ് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നത്? മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ആമസോൺ വെബ് സർവീസസ് തുടങ്ങിയ അമേരിക്കൻ കമ്പനികളും ഹുവായി പോലെയുള്ള ചൈനീസ് കമ്പനികളുമാണ് ഈ മേഖലയിൽ നിക്ഷേപം നടത്തുന്നതും നിയന്ത്രിക്കുന്നതും. മൈക്രോസോഫ്റ്റ് കെനിയൻ സർക്കാരുമായി ചേർന്ന് $1 ബില്യൺ വമ്പൻ നിക്ഷേപമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജിബൂട്ടിയിൽ സമുദ്രത്തിനടിയിലൂടെയുള്ള കേബിളുകൾ സ്ഥാപിച്ചും വൻതോതിൽ ഡാറ്റാ സെന്ററുകൾ നിർമ്മിച്ചും വിദേശ കമ്പനികൾ ആഫ്രിക്കയിൽ സ്വാധീനം ഉറപ്പിക്കുകയാണ്. സാങ്കേതിക മുന്നേറ്റത്തിന് ഈ നിക്ഷേപങ്ങൾ അത്യാവശ്യമാണെന്ന് തോന്നാമെങ്കിലും ഇതിനു പിന്നിൽ വലിയൊരു അപകടമുണ്ട്. ഈ ഡാറ്റാ സെന്ററുകളുടെയും സാങ്കേതിക വിദ്യയുടെയും പൂർണ്ണമായ നിയന്ത്രണം ഈ വിദേശ കമ്പനികളുടെ കൈകളിലാണ്. അതായത് ആഫ്രിക്കയിലെ ജനങ്ങളുടെ ഡാറ്റ പ്രോസസ് ചെയ്യപ്പെടുന്നതും സൂക്ഷിക്കപ്പെടുന്നതും വിദേശ കോർപ്പറേറ്റുകളുടെ നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കും. ഇതിനെ പല വിദഗ്ധരും വിശേഷിപ്പിക്കുന്നത് ഡിജിറ്റൽ കൊളോണിയലിസം അല്ലെങ്കിൽ ഡിജിറ്റൽ അധിനിവേശം എന്നാണ്.